പപ്പയുടെയൊക്കെ സ്വന്തം അപ്പോസിൽ ഞാൻ അഭിനയിച്ച് കഴിഞ്ഞപ്പോഴാണ് ഏറ്റവും കൂടുതൽ ചീത്ത കേട്ടത് പെണ്ണുങ്ങളുടെ. എന്നെ കൊല്ലാനായിട്ട് നിൽക്കുന്നതായിരുന്നു ആ സമയം. എനിക്ക് ആ സമയത്ത് ഞാൻ ഓടേണ്ടി വന്നതല്ലേ ശരിക്കും. കാരണം അത്രയ്ക്ക് വെറുപ്പ് എന്നോട് ദേഷ്യം ഉണ്ടായിരുന്നു അത്രയും. ഇന്ന് അതുണ്ടാവില്ല. കാരണം ഇന്ന് അതിനെ സിനിമയായിട്ട് കാണും. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നേ പറയുള്ളൂ യഥാർത്ഥത്തിൽ. പക്ഷേ ഇന്ന് നിങ്ങൾ തെലുങ്കിലെങ്ങാണ്ട് കണ്ടുകൊണ്ട് തിയേറ്റർ കാണുന്നവനെ ആ സ്ത്രീ പോയി അടിച്ചു. ഇഷ്ടംപോലെ. ഓക്കെ, അപ്പോൾ പുറമേ ഉള്ളവരുടെ പോലെ അല്ല നമ്മളിപ്പോൾ ഇവിടെ പെരുമാറണേ. ഞാൻ പറയാൻ വന്ന അതാണ്. നമ്മളിവിടെ ചെയ്യുമോ? ചെയ്യില്ലല്ലോ. ഇപ്പോൾ തിയേറ്ററിൽ പോയിട്ട് ആരും വന്നിട്ട് അങ്ങനെ വരുന്നവരെ നീ അങ്ങനെ ചെയ്തില്ലടാന്ന് പറഞ്ഞ് ചെരുപ്പൂരി അടിക്കുമോ? അടിക്കില്ല. നമ്മളതിനെ സിനിമയായിട്ട് കാണും. നീ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്തെന്ന് പറയും, ഇല്ലേ? ആണോ? അതെ അതെ. അതെന്താണ്? നമുക്ക് ഇത് സിനിമയാണെന്നുള്ളൊരു അറിവ് നമുക്ക് വന്നപ്പോഴാണ്. അപ്പോൾ അതിനെ കൂടുതൽ ഫിലിം സ്റ്റഡീസും ഫിലിമിനെ നമ്മൾ അറിയാനും പറ്റിക്കഴിഞ്ഞാൽ നമ്മളിതിനെ ഒബ്ജക്റ്റീവായിട്ട് അല്ലെങ്കിൽ സബ്ജക്റ്റീവായിട്ട് മാത്രമായിട്ടല്ലാതെ കാണാൻ ഏലിനേറ്റ് ചെയ്തുകൊണ്ട് ഇതിനെ കാണാനായിട്ട് ഒരു കലാരൂപമായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അത് നമുക്ക് സംഭവിച്ചിട്ടില്ലേ? ശരിയാണ് അല്ലേ? അപ്പോൾ പിന്നെ എന്താണ് ഞാൻ പറഞ്ഞാൽ ഇവിടെ ഏറ്റവും ആവശ്യം ഒരു ഫിലിം സ്റ്റഡീസാണ്. അത് സ്കൂൾ തലത്തിലേക്ക് നമ്മൾ തുടങ്ങേണ്ടിയിരിക്കണം. നമുക്ക് അതിന് ബേസിക് എത്തിക്സ് നമുക്ക് ഉണ്ടായിരിക്കണം. ഈ ന്യൂ മീഡിയയുടെ ഒരു ബേസിക് എത്തിക്സ് നമ്മൾ സ്കൂൾ തൊട്ടിട്ട് പഠിപ്പിക്കേണ്ടതല്ലേ?